നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രദീപ് നായർ, അസ്ട്രോളജർ. ഇന്ന് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഒരുപാട് ആൾക്കാർ ഫോൺ മുഖാന്തരം വിളിച്ചു ചോദിക്കാറുണ്ട്. ഞാൻ ആദ്യം പറയാം എന്താ വിഷയം എന്നുള്ളത്. കന്നിമൂലയാണ് പ്രശ്നം. കന്നിമൂല, വീടിൻ്റെ കന്നിമൂല, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരുപാട് വീഡിയോകൾ കന്നിമൂലയെക്കുറിച്ച് ധാരാളം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും എന്നെ വിളിക്കുന്ന ആൾക്കാർ, അതുപോലെ എൻ്റെ അനുഭവത്തിൽ നിന്ന് വന്ന കുറേ കാര്യങ്ങളും ചേർത്തിട്ടാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വിളിക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും, കന്നിമൂലയിൽ പ്രശ്നങ്ങളുണ്ട്, കന്നിമൂലയിൽ എന്ത് ചെയ്യാൻ പാടില്ലേ, അത് ചെയ്യാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പല വീടുകളും ഇങ്ങനെ പ്രശ്നം കാണുമ്പോൾ അവർ നമ്മളുമായിട്ട് വിളിച്ച് സംസാരിക്കും. നിങ്ങൾ വീടൊന്ന് കാണണം വന്നിട്ട്, അല്ലെങ്കിൽ വന്ന് നോക്കണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ നമ്മൾ അവർ പറഞ്ഞത് പ്രകാരം പോയി നോക്കുമ്പോൾ അവരുടെ സെപ്റ്റിക് ടാങ്കൊക്കെ കന്നിമൂലയിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളം പോകുന്ന കുഴിയൊക്കെ കന്നിമൂലയിലായിരിക്കും. ഇവർക്കിത് പ്രശ്നങ്ങൾ, രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക, വീട്ടിൽ അപകടങ്ങൾ ഉണ്ടാവുക, വീട്ടിൽ ഒരു സ്വസ്ഥത ഇല്ലാതെ വരിക, വീട്ടിൻ്റെ ഗ്രഹനാഥയ്ക്ക് എന്നും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെ സാമ്പത്തിക നഷ്ടങ്ങൾ വരിക, പെട്ടെന്ന് സാമ്പത്തികമായിട്ട് തകർന്നു പോവുക, ജോലി ഉള്ളത് പെട്ടെന്ന് ഇല്ലാണ്ടാവുക, ഇങ്ങനെ ഒരു പ്രശ്നമല്ല, പലതും പലതരത്തിൽ ആൾക്കാർക്ക് അനുഭവിക്കാൻ വരും. അങ്ങനെ അനുഭവത്തിൽ കൊണ്ടിരിക്കുമ്പോൾ അവർ എന്താ ചെയ്യുക? അപ്പോൾ പലരും, പല വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ പറയും, നിങ്ങളെ സെപ്റ്റി ടാങ്ക് വന്നിരിക്കുന്നത് കന്നിമൂലയിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വേസ്റ്റ് കൊണ്ട് വന്നിരിക്കുന്നത് കന്നിമൂലയിലാണ്, ഇതൊന്ന് നോക്കിച്ചോളുണ്ട് നിങ്ങൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അസ്ട്രോളജർമാരെ അല്ലെങ്കിൽ വാസ്തുശാസ്ത്ര വിദഗ്ധന്മാരെ ഒന്ന് കാണിച്ചോളുണ്ട് എന്ന് പല ആൾക്കാരും പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് പ്രകാരമാണ് നമ്മളുമായിട്ട് കൺസൾട്ട് ചെയ്യാറ് ഇവർ വന്നിട്ട്. അപ്പം നമ്മൾ പോയി നോക്കുമ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വിഷയവും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട്, വീട് വയ്ക്കുമ്പോൾ സെപ്റ്റിക് ടാങ്ക് എവിടെ വരണം, അപ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടിയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, നമുക്ക് പ്രശ്നത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം. തുറന്നു വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ഒരു വീട് വയ്ക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പറ്റും, ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ട് എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റാറുണ്ട്. പഴയ കാലത്തൊക്കെ ഒരു വീട് ഒരു മിനിമം ഒരു അര ഏക്കർ സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അര ഏക്കറ, 1 ഏക്കറ, 2 ഏക്കറ, 3 ഏക്കറ, അങ്ങനെ സ്ഥലങ്ങൾ ധാരാളം ഉണ്ടാവും. എത്രയോ, ചിലപ്പോൾ അര കിലോമീറ്ററൊക്കെ വിട്ടിട്ടായിരിക്കും ഒരു വീടുണ്ടാവുക. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിറച്ച് നമ്മുടെ നാട്ടിൽ വീടായി. ഇപ്പൊ സിറ്റി പോലെ നമ്മുടെ നാടുകളൊക്കെ, അത് എറണാകുളം സിറ്റി പോലെ ഈ ഗ്രാമങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട് വെക്കാൻ സ്ഥലമില്ല ആൾക്കാർക്ക്. 1 സെന്റിലും 2 സെന്റിലും 3 സെന്റിലും 3/4 സെന്റിൽ വരെ വീട് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർക്ക് ഈ ഇത്തരം കാര്യങ്ങളൊന്നും നോക്കി കൊണ്ടു നടക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പുരോഗതി വരാതിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പല കാരണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക, കന്നിമൂലയിൽ ഒരു തരത്തിലും യാതൊരു ഇടപാടും നടത്താൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റിന്റെ ടാങ്ക് ഒരിക്കലും കന്നിമൂലയിൽ കൊണ്ടുപോയി വെക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് വെള്ളം, നമ്മൾ തുണികളൊക്കെ കഴുകുന്നതോ എന്ത് വേസ്റ്റ് വെള്ളം ആയിക്കോട്ടെ, അതൊന്നും കന്നിമൂലയ്ക്ക് തിരിച്ചുവിടരുത്. കന്നിമൂലയിൽ യാതൊരുവിധ മോശമായ പ്രവർത്തികൾ, യൂറിൻ പാസിങ്, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള മോശമായ വെള്ളം കെട്ടി നിൽക്കുക, അല്ലെങ്കിൽ അവിടെ കാർ പോർച്ച്, അല്ലെങ്കിൽ പട്ടിക്കൂട്, അല്ലെങ്കിൽ വേറെ വല്ല മൃഗങ്ങളുടെയും കൂടുണ്ടാക്കുക, ഇങ്ങനത്തെ യാതൊരു ഇടപാടുകളും കന്നിമൂലയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് കന്നിമൂലയിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദുരിതമായിരിക്കും ഭാവിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഒരു വീട് പണിത് തുടക്കത്തിൽ നമുക്കത് അറിയാൻ കഴിയില്ല. 3 കൊല്ലം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങും. നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന കുടുംബമാണെങ്കിൽ പെട്ടെന്ന് സാമ്പത്തികമായി തകർന്നൊടിഞ്ഞു പോകാൻ തുടങ്ങും. അല്ലെങ്കിൽ പെട്ടെന്നൊരു അസുഖം വരിക, അസുഖം വന്നിട്ട് സമ്പത്ത് നശിച്ചു പോവുക, അസുഖം മാറ്റിയാൽ മാറാതെ വരിക.
നല്ല രീതിയിൽ ജീവിച്ചു പോരുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുക, അത് വലിയ വലിയ വിഷയത്തിലേക്ക് എത്തി ഡൈവേഴ്സ് വരെ എത്തി പോകുന്ന അവസ്ഥ ഉണ്ടാവുക. ഇങ്ങനെ എന്തിനു പറയുന്നു, സമസ്ത പ്രശ്നങ്ങളും വീട്ടിലെ ഗൃഹനാഥയ്ക്ക് എന്നും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക, തുടരെ തുടരെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക, ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ സ്ഥിരമായിട്ട് ആശുപത്രിയുമായി കയറി ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാവുക. ഈ സമസ്ത പ്രശ്നങ്ങളും ഈ ഒരു കന്നിമൂലയിൽ വല്ല ഇത്തരം നിർമ്മിതികൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കന്നിമൂലയിൽ നേരത്തെ പറഞ്ഞ ഒരു തരത്തിലുള്ള കാര്യങ്ങളും കന്നിമൂലയിൽ ഉണ്ടാവാൻ പാടില്ല. കന്നിമൂല എപ്പോഴും വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അവിടെ വേറെ വൃത്തികേടുകളൊന്നും ചെയ്യാൻ പാടില്ല. നേരത്തെ പറഞ്ഞു പട്ടിക്കൂട്, നായക്കൂട്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവിടെ വരാൻ പാടില്ല. സെപ്റ്റി ടാങ്കുകൾ വരാൻ പാടില്ല, വേസ്റ്റ് വെള്ളം വരാൻ പാടില്ല, വേസ്റ്റ് കൊണ്ടുപോയി ഇടാൻ പാടില്ല. അപ്പൊ കന്നിമൂല എങ്ങനെ ചെയ്യണം? കന്നിമൂല വൃത്തിയാക്കി വെക്കണം. നല്ല ചെടികൾ നടാം. നമുക്ക് അവിടെ നല്ല ചെടികൾ അവിടെ നമുക്ക് നട്ട് പിടിപ്പിക്കാം. അതുപോലെ നമുക്ക് നല്ല മരങ്ങൾ അവിടെ നടാം. വേസ്റ്റ് വെള്ളം കെട്ടി നിൽക്കാനോ ഒന്നും അവിടെ പാടില്ല. വൃത്തിയായിട്ട് എപ്പോഴും ഒരു സാധാരണ ഭൂമിയിൽ നിന്നും 2 ഇഞ്ചെങ്കിലും ഉയരത്തിൽ പൊങ്ങി നിൽക്കേണ്ട ഭാഗമാണ് കന്നിമൂല. അപ്പൊ വേസ്റ്റ് വെള്ളം ഒന്നും കെട്ടി നിൽക്കില്ല, ഒരു വെള്ളം അവിടെ പോവില്ല. നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ് കന്നിമൂല. എപ്പോഴും ശ്രദ്ധിക്കുക എല്ലാവരും. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഇത്രയും കാര്യം പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. എന്നെ മാത്രമല്ല വാസ്തു വിദഗ്ധന്മാരെയൊക്കെ കോണ്ടാക്ട് ചെയ്യുക, ജ്യോത്സ്യന്മാരെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി നമുക്ക് കാണുന്നവരെ നന്ദി, നമസ്കാരം.